നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായാണ് ഷാർജ അബ്ദുൽ നാസർ സ്ട്രീറ്റിലെ ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചാടി മലയാളി ബിസിനസ്സുകാരനായ TP അജിത്ത് ജീവനൊടുക്കിയത്. ജോയി അറക്കലിന്റെ വഴിയെ വീണ്ടും ഒരു ബിസിനസ്സുകാരൻ കൂടി അങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഏറെ ദുരൂഹത. അജിത്തിന്റെ മൃതദേഹം ദുബായിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ദുബായ് മെഡോസിലെ വില്ലയിൽ താമസിക്കുന്ന കണ്ണൂർ പനങ്കാവ് ചിറക്കൽ TP ഹൗസ് TP അജിത്തിനെയാണ് തിങ്കളാഴ്ച രാവിലെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. ദുബായ് മെഡോസിയിലെ വില്ലയിൽ താമസിക്കുകയായിരുന്നു കണ്ണൂർ പനങ്കാവ് ചിറക്കൽ. കണ്ണൂർ പനങ്കാവ് ചിറക്കൽ TP ഹൗസിൽ TP അജിത്ത് താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ അജിത്തിനെ കണ്ടെത്തുന്നത്. ഏറെ ദുരൂഹമാവുകയാണ് അജിത്തിന്റെ യാത്രാ വഴികൾ എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ദുബൈയിൽ നിന്ന് ഷാർജയിലെത്തി ഇദ്ദേഹത്തെ ബുഹൈറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന അബ്ദുൽ നാസർ സ്ട്രീറ്റിലെ ടവറിൽ നിന്നാണ് മരിച്ചു വീണ നിലയിൽ കണ്ടെത്തുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ നടക്കാനിറങ്ങാറുള്ള അജിത്ത് കുടുംബാംഗങ്ങളെ ശല്യപ്പെടുത്താതെയാണ് എഴുന്നേൽക്കാറുള്ളത്. ആത്മഹത്യ ചെയ്ത ദിവസം പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ ഇദ്ദേഹം നേരെ ഷാർജയിൽ എത്തുകയായിരുന്നു. 17 നിലകളുള്ള കെട്ടിടത്തിൽ നിന്നാണ് ഇദ്ദേഹം ചാടിയത്. ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തും അറ്റകുറ്റപ്പണികൾ നടന്നു വരികയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നേരത്തെ ഈ സ്ട്രീറ്റിൽ അജിത്ത് താമസിച്ചിട്ടുണ്ട് എങ്കിലും ഇവിടുത്തെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ബന്ധുക്കൾക്ക് ഇതുവരെയും അറിയില്ല. ദുബൈയിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇവിടെ എത്തുകയായിരുന്നു. മരണത്തിനായി ഈ കെട്ടിടം തിരഞ്ഞെടുത്തതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ദുരൂഹത ഉയർത്തുന്നത്. ഒരുപക്ഷെ പഴയ പരിചയം വച്ചായിരിക്കാം എന്നും ഇത് കരുതുന്നുണ്ട്. ഗുരുതര പരിക്കുകളേറ്റ അജിത്തിനെ ഉടൻ തന്നെ ഷാർജ അൽ ഖാസിമി ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. മൃതദേഹം പിന്നീട് ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് മാറ്റുകയുണ്ടായി. കേസ് അന്വേഷണം നടന്നു വരുന്നതിനാൽ മൃതദേഹം വിട്ടുകിട്ടാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. 26 വർഷങ്ങളായി ദുബൈ ആസ്ഥാനമാക്കി കെട്ടിട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തിവരികയായിരുന്നു ഇദ്ദേഹം. സ്പേസ് മാസ്ക് സൊല്യൂഷൻസ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡയറക്ടറായിരുന്നു. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം 2 വർഷം മസ്കത്തിൽ ജോലി ചെയ്തിരുന്നു. തുടർന്നായിരുന്നു UAE എത്തിയത്. തുടർന്ന് വലിയ പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. 2020 ക്രിക്കറ്റ് ടൂർണമെന്റായ കേരള പ്രീമിയർ ലീഗ് KPL ദുബായ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ദുബായിലെ ഒരു മെഡോസിലായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം വളപട്ടണം മന്നത്ത് അമാനത്ത് എന്ന പേരിൽ സ്വന്തമായി വീട് വെച്ചിരുന്നു. ഇവിടെ താമസിച്ച കൊതി തീരും മുൻപെയാണ് ജീവിതത്തിൽ പൂർണ്ണമായ വിരാമം അജിത്ത് ഇട്ടത്. ഈ COVID-19 കാലത്ത് കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച 4ാമത്തെ മലയാളിയാണ് TP അജിത്ത് എന്നുള്ളതും ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ്. COVID-19 കാലത്ത് കടുത്ത മാനസിക സംഘർഷം താങ്ങാനാകാതെയാണ് 4 പേരും മരിച്ചത് എന്ന് ഇതിനോടകം തന്നെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏപ്രിൽ 3ാം വാരത്തിൽ കൊല്ലം പ്രാക്കുളം സ്വദേശി അശോകൻ എന്ന യുവാവാണ് ആദ്യമായി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുന്നത്. ദുബൈയിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അശോകൻ കോവിഡ് ഭയം കാരണം ജബൽ അലിയിൽ താൻ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു. പിന്നീട് പ്രമുഖ വ്യവസായിയായ ബിസിനസ്സുകാരൻ വയനാട് മാനന്തവാടി സ്വദേശി ജോയി അറക്കൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. അത് എല്ലാവരിലും വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ബിസിനസ് തകർച്ചയായിരുന്നു കാരണമെന്നാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത്. അധികം വൈകാതെ മലപ്പുറം പെരിന്തൽമണ്ണ പുലാമന്തോൾ ചെമ്മലശ്ശേരി സ്വദേശി നിലത്ത് മുഹമ്മദ് ഫിർദൌസ് ദുബായിലെ കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജോയി അറക്കൽ മരിച്ചപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇത്തരമൊരു ബുദ്ധിമോശം കാണിച്ചു എന്ന് അജിത്ത് പോലും ചോദിച്ചിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഒരിക്കലും അജിത്ത് ഇത് ചെയ്യും എന്നാരും കരുതിയിരുന്നില്ല. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഒരു ബിസിനസ്സുകാരൻ മാനസിക കരുത്ത് നേടണം എന്ന് മാത്രമായിരുന്നു അജിത്ത് എപ്പോഴും അഭിപ്രായം ഉന്നയിച്ചിരുന്നത്. മറ്റെല്ലാവരെയും പോലെ അജിത്തിനും കോവിഡ് പശ്ചാത്തലത്തിൽ ചില മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സുഹൃത്തുക്കളും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ വലിയൊരു സാമ്പത്തിക പ്രശ്നം മുന്നിലുള്ളതായി തോന്നിയിരുന്നില്ല എന്നും സുഹൃത്തുക്കൾ വ്യക്തമാക്കുകയാണ്. 4 മരണങ്ങളും മലയാളി സമൂഹത്തെ മുഴുവനും ഞെട്ടിച്ചിട്ടുണ്ട്. കോവിഡിന്റെ ആശങ്കകൾക്കിടയിൽ പുറത്തുവരുന്ന വാർത്തകൾ എന്തുകൊണ്ടും എല്ലാവരെയും അസ്വസ്ഥരാക്കിയിരുന്നു. പക്ഷേ ഗൾഫ് മേഖലയിൽ നടന്ന 4 മരണങ്ങളും മലയാളി സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.